ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു മീൻ തലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നിങ്ങൾ മീൻ തലക്കറി ഇങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ റെഡിയാക്കുന്നത് പോലെ ഒന്ന് കണ്ടിട്ട് റെഡിയാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. ചോറിനും കപ്പയുടെയൊക്കെ കൂടെ ഏറ്റവും ബെസ്റ്റാണ് മീൻ തലക്കറി. മീൻ കറിയേക്കാളും എല്ലാവർക്കും ഇഷ്ടം മീൻ തലക്കറിയാണല്ലേ. അപ്പം ഇതുപോലെയും കൂടെ ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. മീൻ തലക്കറി വെക്കാൻ തുടങ്ങാം. അതിന് ഫസ്റ്റ് തന്നെ മീനിൻ്റെ തല നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉളുമ്പ് മണമൊക്കെ നമുക്ക് പോയി കിട്ടുള്ളൂ. അപ്പം മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് നമുക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടിയിൽ മീൻകറി വെക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് വാടട്ടെ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു 4 പച്ചമുളക് നടുവേ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഒന്ന് നമുക്ക് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആദ്യം തന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിരിയമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 വലിയ ടേബിൾ സ്പൂണോളം പിരിയമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. മീൻ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് പൊടികളുടെ അളവിൽ കൂട്ടണം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ എരിവിൻ്റെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ടുകൊണ്ടാണ് കുരുമുളക് പൊടി ഇച്ചിരി കുറച്ചത്. ഇനി ഇതെല്ലാം കൂടി പൊടികളെല്ലാം കൂടി ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികളൊക്കെ വറുത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് പൊടികളൊക്കെ എല്ലാം കൂടി ഒന്ന് മൂത്ത് കിട്ടണം. എങ്കിലേ ഉള്ള മീൻ കറിക്കും അതേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി സൈഡിലേക്ക് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ പൊടിയൊക്കെ ആയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിയാണ് വേണ്ടത്. കുടംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 4 കുടംപുളി നേരത്തെ തന്നെ 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർന്നു. അതിൻ്റെ പുളി രസമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമ്മൾ വറ്റിച്ചാണ് മീൻകറി വെക്കുന്നത്. ഒരുപാട് വെള്ളത്തിൽ വെക്കുന്നതിലും നന്നായിട്ട് കുറുകി വറ്റിയിരിക്കുന്നതാണ് തലക്കറിക്ക് നല്ലത്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മീൻകറിക്കൊക്കെ അല്പം ഉപ്പ് മുമ്പിൽ നിൽക്കുന്നതാണ് നല്ലത്. ഉപ്പും പുളിയൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ തല ഇട്ട് കൊടുക്കാം.
എല്ലാ പീസും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം ഇതിൽ വെള്ളമൊക്കെ കുറവായിട്ട് തോന്നും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. അടച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേ നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ തിളയ്ക്കുമ്പോൾ ഇറങ്ങും. അപ്പം കുറച്ച് വെള്ളം കൂടി ആകും. നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വേവിച്ച് ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മീനിൻ്റെ തല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. മീനിൻ്റെ എല്ലാ കഷ്ണവും നമുക്ക് ഈ ചാറിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ എല്ലാ പീസിലും നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കത്തുള്ളൂ. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കണം. അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ ഇതിവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് മീനിൻ്റെ തല വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് പച്ച കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ ടൈമിൽ. ഒരു 1/4 ടീസ്പൂണോ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചട്ടി ഒന്ന് അടച്ച് ഒരു അരമണിക്കൂറോളം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. മീൻകറി വെച്ച ഉടനെ കൂട്ടുന്നതിലും നല്ലത് ഇത് നന്നായിട്ട് പിടിച്ച് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചതിന് ശേഷം കൂട്ടുന്നതാണ്. ഒന്ന് തണുത്തതിനൊക്കെ ശേഷം കൂട്ടുന്നതാണ് ടേസ്റ്റ്. അങ്ങനെ മീൻകറിയൊക്കെ കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാനൊരു പാകത്തിലൊക്കെ ആയിട്ടുണ്ട്. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുള്ളൊരു കറിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയായിരുന്നിത്. നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ. അപ്പോൾ ഇതുപോലെയല്ല നിങ്ങൾ മീൻകറി തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെയും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.